ഞാൻ അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ ദുൽഖർ അത് കൂടെ പോകുന്നപ്പോൾ ആ സൈഡിൽ ആരോടെ ഫോട്ടോ എടുക്കാനും നിന്നു. കറക്റ്റ് കിട്ടി ഗൈസ്. അങ്ങനത്തെ അതാണ് ആ എക്സ്പ്രഷനിൽ കാണുന്നത്. ഡ്രീം കം ട്രൂ, ഹെർ ഹാർഡ് വർക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതില് കണ്ണുപറ്റാതിരിക്കാൻ കമന്റ് എന്നൊക്കെ പറയണ പോലെ അവള് പെൺകുട്ടി ആയതുകൊണ്ടാണ് അവൾക്ക് ആദ്യം പകരം ഒരു ആൺകുട്ടിയാണ് അച്ഛൻ കിട്ടുമായിരുന്നു. പിന്നെ അവള് എന്താ പറയാ, എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ട്. കാരണം അത്രയും വർഷം ഞാന് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്, അതൊന്നും അവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. മേക്കപ്പ് എന്നുള്ള സംഭവം റിക്കവർ ആവാൻ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ചമ്പു എന്ന് പറയുന്നത്. എനിക്കിപ്പോ ഞങ്ങളുടെ വീട്ടിലൊരു താഴെയുള്ള ഒരു കുഞ്ഞിന്റെ പോലെയാണ് ചമ്പു. അവനാകെ അഗ്രസീവ് ആയിട്ട് മാറി. പിന്നെ പിള്ളേരെ കാണുമ്പോൾ അവൻ കടിക്കും. കുഞ്ഞു പിള്ളേരെ കാണുമ്പോഴാണ് അവൻ ചെറുപ്പത്തിലെ ട്രോമ. ഇപ്പൊ ഞാൻ അവനെ കല്യാണം കഴിച്ചു. ആദ്യമൊക്കെ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഫൈറ്റ് ആയിരുന്നു. കല്യാണത്തിന് ശേഷം ഞങ്ങള് അതെ അതെ. ഫസ്റ്റ് നൈറ്റ് ആണോ? ഫസ്റ്റ് നൈറ്റ് ഇപ്പൊ അവസാനിച്ചു. സാന്ത്വന ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ആക്ടർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വന്നപ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടി അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഫീൽ ഉണ്ട്. ഞാൻ ശരിക്കും അർജുന്റെ ചേട്ടന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. സീരിയലാണ്. ഓ സീരിയലില്. ഓക്കെ ഓക്കെ ഓക്കെ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Bonjour, you're watching Milestone Makers and this is Harviora presents Fantastic Faustina. അപ്പൊ എന്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് കുറേ അധികം ടൈറ്റിലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ആളൊരു മോഡലാണ്, ഒരു ആക്ട്രസ് ആണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്, അങ്ങനെ പല പല ടൈറ്റിലുകൾ തിളക്കി നിൽക്കണ നമ്മുടെ സ്വന്തം കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പൊ കൃഷ്ണ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി നല്ല നാടൻ തനിമയിൽ തിളങ്ങി നിൽക്കുക. നാടൻ തനിമയാണോ? ഞാനിപ്പോ ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. അതിന്റെ മേക്കപ്പ് ആണ് നിങ്ങൾ കാണുന്നത്. ബട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ചേച്ചി ശരിക്കും ആദ്യം ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു അല്ലെ? ഇൻഫ്ലുവൻസർ ആയിട്ടാണ് നമ്മളൊരു സീരിയൽ ട്രാക്കിലോട്ട് വരുന്നത് അല്ലേ? ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇൻഫ്ലുവൻസർ നിലയ്ക്ക് ഭയങ്കരമായിട്ട് തിളങ്ങുന്ന ഒരാളാണ്, അത് കഴിഞ്ഞിപ്പോ സീരിയലിലും എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും ചേച്ചിക്ക് തോന്നണുണ്ടോ ലൈക്ക് നമ്മൾ സീരിയൽ എന്ന് പറയുന്ന ഒരു രംഗത്തോട്ട് വന്നപ്പോ ഇൻഫ്ലുവൻസ് എന്ന ലെവലിൽ കുറച്ച് ഡൗൺ ആയി പോയി, അല്ലെങ്കിൽ അവിടെ കിട്ടേണ്ട റെക്കഗ്നേഷൻ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നണുണ്ടോ? അങ്ങനെയല്ല. ഇൻഫ്ലുവൻസർ കാറ്റഗറി വേറെ, ആക്ടർ ആ ഒരു കാറ്റഗറി വേറെ. പക്ഷെ ഇപ്പൊ നമുക്ക് ഞാനിപ്പോ സീരിയലിൽ കയറിയിട്ട് ഇപ്പൊ ചെയ്യുന്ന കാതോട് കാതോട് സീരിയലിൽ കയറിയിട്ട് 8 months 9 months ആവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് സ്കെഡ്യൂള് സംഭവങ്ങൾ നമ്മൾ വേറൊരു ഫീൽഡിലോട്ടാണ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കില് ഇൻഫ്ലുവൻസർ ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് ടൈം ഒരുപാട് ഉണ്ടായിരുന്നു. ഞാനൊരു ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആയിട്ടായിരുന്നു ഞാൻ കാണുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മോഡലിംഗും പാഷനും ആണ്, പ്രൊഫഷനും ആണ്. അപ്പോൾ കുറെ ടൈം കിട്ടുമായിരുന്നു നമുക്ക്. പക്ഷെ സീരിയലിൽ കയറിയ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കെഡ്യൂൾ ഉണ്ട്. നമുക്ക് വരുന്നത് 15 to 30 ആണ് സ്കെഡ്യൂൾ വരുന്നത്. അപ്പൊ ആ ഒരു ടൈമും ബാക്കിയുള്ളപ്പോ ഇത് തന്നെ ഇവര് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് കുറെ ആയെന്ന് തോന്നുന്നു. ഞാൻ എന്നും പറ്റിച്ചിട്ട് കടന്നു കളയും. വേറൊന്നുമല്ല, ടൈം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പ്രശ്നം. പിന്നെ ഞാൻ ഇവിടെ കൊച്ചി തന്നെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് എന്റെ വീട് തൃശ്ശൂരാണ്. ട്രിവാൻഡ്രം ആണ് ഷൂട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കണക്ട് ചെയ്യുന്നില്ല. പണ്ട് ഞാൻ ഇവിടെ കൊച്ചി നീ പറയുന്ന കളമശ്ശേരി ആണെങ്കിലും എല്ലായിടത്തും ഞങ്ങൾ കിടന്ന് ഓടി നടന്നിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പൊ കൊച്ചിയിൽ ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രൊമോഷൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ആക്ടർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വന്നപ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടി അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഫീൽ ഉണ്ട്. അതിപ്പോ വിളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ മുമ്പ് ഞാനിപ്പോ ഇന്ന് ചെയ്ത ഷൂട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ അവരുടെ ഒരു 2.5 വർഷം മുമ്പ് അവരുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2.5 വർഷം മുമ്പ് ഞാൻ അവരുടെ ഷൂട്ട് ഒരു ചെറിയൊരു എമൗണ്ടിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അന്ന് അവര് ഇൻഫ്ലുവൻസർ. പക്ഷെ ഞാൻ കുറച്ച് പറയല്ലോ കേട്ടോ, ഇൻഫ്ലുവൻസർ ആക്ടേഴ്സിനെക്കാളും നല്ല ലെവലിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്റെ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിട്ടാണ് കുറെ ആൾക്കാർ അത് ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന ട്രീറ്റ് അനുസരിച്ച്. അപ്പോൾ അന്ന് കിട്ടിയിരുന്ന ആ ഒരു എമൗണ്ട് ആണെങ്കിലും അവരുടെ ആ ഒരു എന്താ പറയാ ഒരു വെൽക്കമിങ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് പോലും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് കാതോട് കാതോർത്തല്ലേ മീനുമാണ് അല്ലെങ്കിൽ എന്താ പറയാ ഏഷ്യാനെറ്റിലെ കുട്ടി അങ്ങനത്തെ ഒക്കെ രീതിക്ക്. പിന്നെ ഞാൻ നല്ലൊരു ആഡും ദുൽഖറിന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോ അതൊക്കെ നമുക്കൊരു പ്രൊഫൈലാണ് കുറച്ച്. ആ ശരിയാ, നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ലെവൽ ഓഫ് ഫീൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതിന്റെ നല്ലൊരു ചേഞ്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അത് പേയ്മെന്റ് ആണെങ്കിലും അതെ, അതാണെങ്കിൽ അല്ല, അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. പേയ്മെന്റ് എന്ന് പറയുന്ന ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സീരിയസ്ലി അത് എനിക്ക് ഇപ്പൊ നല്ല ആവശ്യമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടാഗ് എന്ന് പറയുന്ന ആക്ട്രസ് എന്നുള്ള ഒരു ടാഗ് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ചേഞ്ച് എനിക്ക് നന്നായിട്ട്. അപ്പൊ നമുക്ക് ആ മാറ്റം നല്ലതാണ്. വി ആർ എൻജോയിങ് ഇറ്റ്. നല്ലതാണ് എന്ന് വെച്ചാൽ നമുക്ക് ടൈം ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയിട്ട് പോകുന്നു. പിന്നെ പല സോഷ്യൽ ഗാദറിംഗ് ഒക്കെ കുറഞ്ഞു. ഫാമിലി ടൈം നമുക്ക് മിസ് ചെയ്യത്തില്ലേ? ഫാമിലി ടൈം ആണ് മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എന്റെ കസിൻസിന്റെ 2 പേരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നമ്മള് പോകാൻ പറ്റില്ല. ഇല്ല. അപ്പൊ അവരെല്ലാരും വിചാരിക്കുന്നു ഞാൻ ഭയങ്കര വലിയ ആക്ടർ ആയി അതൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോ കേറിയിട്ടല്ലേ ഉള്ളൂ. നമുക്കിപ്പോ അവരുടെ അടുത്ത് പറയാണെച്ചെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സംഭവം ചെയ്യുമ്പോൾ അത് അത്രയും ഡെഡിക്കേഷനിൽ നമ്മൾ നിൽക്കണം. ചിലതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലായി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഉണ്ടാവില്ല, നാളെ ഉണ്ടാവില്ല. ഇതിപ്പോ നമുക്ക് സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവുമല്ലോ കുറച്ച്. ഓക്കെ, നമുക്ക് കാതോട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് മീനിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അർജുനേട്ടൻ എവിടെ? ആളെവിടെ? അർജുനേട്ടൻ ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മള് കുമ്പളങ്ങി ഒരു റിസോർട്ടിലായിരുന്നു ഷൂട്ട് ഞാനിവിടെ എത്തി. അപ്പൊ മിനിഞ്ഞാന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ എല്ലാം ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആണ്. അപ്പൊ എനിക്ക് കോസ്റ്റ്യൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ഓർണമെന്റ്സ് ഒന്നും സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പായിക്കട എന്നാ വിളിക്കുക. ഇപ്പോഴും തന്നെയാണ് പായിക്കട. അവന്റെ വീട്ടിൽ വരാം. നമ്മളെല്ലാരും അച്ഛന്റെ പേര് വിളിക്കുന്ന പോലെ അവരുടെ കുടുംബ പേര് വിളിക്കാറ്. അവന്റെ ശരിക്കുള്ള പേര് നിബിനോ അങ്ങനെ എന്തോ. അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് റൂമിൽ എത്തിയത്. പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഉറക്കമൊന്നും ശരിയായില്ല, ടയർഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫേസ്. എല്ലാവരും പറയുന്നുണ്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്താന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ആ ടയർഡ്നെസ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോഴും ഇങ്ങനെയല്ല എന്റെ എനർജി അത് ഞാൻ ഈ റിസർച്ചിനിടയ്ക്ക് ഞാൻ അറിഞ്ഞത് എന്റെ അടുത്ത് ഭയങ്കര ജിൽജിലായിട്ട് നീ ഒന്ന് ചോദിച്ചാൽ മതി, പിന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങിക്കോളൂന്ന് പറഞ്ഞേ. അതെ, ഇപ്പൊ സത്യം പറഞ്ഞാൽ വയ്യാത്ത കാരണമാണ് ഞാൻ തീരെ വയ്യാല്ലേ? ചേച്ചി വന്നപ്പോ തന്നെ പറഞ്ഞു തലവേദനയാണെന്നല്ലേ ഇന്നലത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഷൂട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ നല്ല അർജുനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ അർജുൻ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു 3 ഗ്രൂപ്പൊക്കെ ആയിട്ട് കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മള് കുക്കിംഗ് ഉണ്ടായിരുന്നു അതില്. എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ടീമില് നമ്മുടെ ടീമിൽ ഒരു കുട്ടിക്ക് അറിയായിരുന്നു. അപ്പോ നമ്മള് സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കാൻ എടുത്തു കൊടുക്കാനാണ്. അപ്പൊ ഇവർക്ക് ലാസ്റ്റ് അവിയലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിഷ്. അവിയലില് വെളിച്ചെണ്ണ ഒഴിക്കുക ലാസ്റ്റ്. ഇനിയിപ്പോ നെയ്യ് ഒഴിക്കുമെന്ന് എനിക്കറിയില്ല, പകരം നെയ്യ് എടുത്തു കൊടുത്തായിരുന്നു. പക്ഷെ ഞങ്ങക്ക് ഫസ്റ്റ് അടിച്ചു കിട്ടി, ഞങ്ങൾക്ക് അപ്പൊ അതങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നല്ല എൻജോയ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങളുടെ ഈ പേരിനെ ആൾക്കാർ ഇത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നല്ലേ. കാരണം ബിക്കോസ് ഞാൻ ശരിക്കും അർജുന്റെ ചേട്ടന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. സീരിയലാണ്. ഓ സീരിയലില്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് സീരിയല് കാതോടുണ്ടോ സംസാരിക്കുന്നത്. അപ്പൊ അതില് ജോൺ ചേട്ടനായിരുന്നു ഫസ്റ്റ്. ഞാൻ ചോദിക്കാൻ വരായിരുന്നു, ഞാൻ ശരിക്കും വിചാരിച്ചത് നമ്മുടെ ജോൺ ചേട്ടനായിരിക്കും ഹീറോ ആയിട്ട് വരണത്. അത് നമ്മള് തമിഴ് റീമേക്ക് ആണ്, തമിഴിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ജോൺ ചേട്ടൻ മാറ്റി. അത് എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ സീരിയലിലൊക്കെ. നിങ്ങൾ പേയ്മെന്റ് കൂട്ടി ചോദിക്കുന്ന കാരണമാണ് ആൾക്കാരെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് അങ്ങനെ ടോക്ക് ശരിക്കും ഞാനും കേട്ടിട്ടുണ്ട്. അത് എല്ലാവരും പറയുന്ന ഒരു ഇതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ സീരിയലിൽ. ഇല്ല, അത് ആ ഒരു സ്റ്റോറി പോകുന്ന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ മരിച്ചപ്പോ ചേട്ടനെ നമ്മൾ കൊന്നു. മരിച്ചപ്പോ ശരിക്കും എന്നെ പേരായിട്ട് രാഹുലിനെ നോക്കിയിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രാഹുൽ പറഞ്ഞ അർജുൻ കേട്ടോ, മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഞാൻ അവനെ കല്യാണം കഴിച്ചു. ആദ്യമൊക്കെ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഫൈറ്റ് ആയിരുന്നു. കല്യാണത്തിന് ശേഷം ഞങ്ങള് അതെ അതെ എല്ലാരും എന്റെ അടുത്ത് പറയാം അർജുനനെ സ്നേഹിക്കണം കേട്ടോ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് അത്യാവശ്യം ചേച്ചിയുടെ വീട്ടിലൊരു കുഞ്ഞു പട്ടി ഉണ്ടെന്നൊക്കെ ഞാൻ വായിച്ചായിരുന്നു. ചമ്പക്ല സുദർശൻ.
ചമ്പക്കല സുദർശൻ. ചമ്പു എന്ന് വിളിക്കും, അവന്റെ പേര് ചമ്പക്കല സുദർശൻ. വെറൈറ്റി പേരാ, ഞാൻ ഇതുവരെ അങ്ങനത്തെ പേര് അതിപ്പോ കേട്ടിട്ടില്ല. എനിക്ക് ലൊക്കേഷനിൽ എല്ലാരും വിളിച്ചിട്ട് കളിയാക്കുന്ന ഒരു സംഭവമാണ് ചമ്പക്കല അതെ. സുദർശൻ. പാസ്ബുക്കിലൊക്കെ അവന്റെ പെറ്റ് കഥ പറഞ്ഞു കഥ അറിയാം. പാസ്ബുക്കിലൊക്കെ അത് തന്നെയാണ് പേര്. എല്ലാരും പറയാറുണ്ട്, ഓ പിന്നെ നീ ഭയങ്കര ജാടയ്ക്ക് വേണ്ടി അത് എന്ത് പേര് അതെന്ത് പേര്, അതാ ഞാൻ ആലോചിച്ചത്. ഏത് ബ്രീഡ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് നമ്മുടെ പൊമറേനിയൻ ആ ടൈപ്പാണ്. ഭയങ്കര ക്യൂട്ട് ആക്കാനാൻ വേണ്ടിട്ട്. ചേച്ചിക്ക് അപ്പൊ ചേച്ചിക്ക് ഡോഗ്സിനോട് പ്രത്യേക ഇഷ്ടം കൂടുതലുള്ള ടീമാണല്ലേ? ഭയങ്കര അതെന്താ അത്ര ഒരു ഡെപ്തിലൊരു ഇഷ്ടം വരാൻ കാരണം? ഡെപ്തില് ഇഷ്ടം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇതിന് പിന്നിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് പല കാര്യങ്ങളും ഭയങ്കര അതൊന്നും ശരിയാവില്ല. നമ്മൾ പറയല്ലോ, നമ്മള് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ബ്രേക്കപ്പ് ആയിട്ട് ഞാൻ ഭയങ്കര എന്താ പറയാ കംപ്ലീറ്റ്ലി ഔട്ടായിട്ട് നടക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പട്ടീനെ വളർത്തുന്നു, താടി വളർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചിയിൽ തന്നെ, പത്തടിപ്പാലം വർക്ക് ചെയ്യുന്ന ടൈമില് എന്റെ TL ഉണ്ട്, ജോസ് ബെൻസിഗർ കാർഡോസ് എന്നാണ് അവളുടെ പേര്. അപ്പൊ ആള് എനിക്ക് വാങ്ങിച്ചതാണ്. അതിന്റെ ഒരു ഫ്രണ്ട് അബു ഉണ്ട്, രണ്ടുപേരും കൂടിയിട്ട് അവര് എന്നെ ശരിക്കും ബേബിനെ നോക്കണ പോലെ കൊണ്ട് നടക്കുന്ന കാരണം എനിക്ക് അതിന് ഭയങ്കര റിലീഫായിരുന്നു. അത് കഴിഞ്ഞ് ജോബ് നിർത്തിയപ്പോ വീട്ടിൽ പോയപ്പോ എനിക്ക് ഭയങ്കര ഒരു ബ്രേക്കപ്പ് എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. ലോൺലിനെസ് മാത്രമല്ല, ഭയങ്കരമായിട്ട് നമ്മള് മെന്റലിയും ഫിസിക്കലി എല്ലാം കൊണ്ടും നമ്മള് എഫക്ട് ചെയ്തായിരുന്നു. പിന്നെ കൂടുതൽ നമ്മള് ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെച്ചാൽ മാക്സിമം എല്ലാവരായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. അല്ലച്ചാൽ നമുക്ക് വേറെ പല ചിന്തകളൊക്കെ ചിലപ്പോൾ വരും. അല്ലച്ചെങ്കിൽ പിന്നെ ഇപ്പോഴൊക്കെ ആലോചിക്കാൻ നമ്മൾ അയ്യോ എന്തോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത്രയ്ക്കൊന്നും വിഷമിക്കാനുള്ള ഇല്ല, മൂവ് ഓൺ ചെയ്യാൻ മനസ്സിലാവില്ല. അതെ. അപ്പോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു വെച്ചെങ്കില് എനിക്ക് നീ ഒരു വാങ്ങിച്ചു തന്നാണ്, ഇവിടെ നമ്മുടെ കൊച്ചി തന്നെയാണ് വാങ്ങിച്ചത് തന്നത് എനിക്ക്. എന്താ വേണ്ട, ഒരു പട്ടിക്കുട്ടി ഞാൻ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് പട്ടിക്കുട്ടീനെ വാങ്ങിച്ചു തന്നു. 3 മാസം ഉള്ളപ്പോ ഞാൻ അവനെ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, ആദ്യം ട്രെയിനിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പിന്നെ അപ്പോ വേണ്ട, എന്നിട്ട് മറ്റേ KSRTC-യിലാണ് അവനെ കൊണ്ടുപോയത്. മറ്റേ ചരക്ക് എക്സ്ട്രാ ചരക്ക് ആ ഒരു പേജ് പോലും ചെയ്തിട്ട് ആ ഒരു 3 മാസമുള്ള ചമ്പൂനെ കൊണ്ടുപോകണെന്നാണ്. മീൻസ് അവനെ കൊണ്ടുപോകുമ്പോ അവർ അതും കൂടി കൊണ്ടുപോയിട്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് അമ്മ പറഞ്ഞു, ഈ സാധനത്തിന് അടുത്ത് കൊണ്ടുവരരുത്. അവര് നമ്മുടെ അടുത്ത് വർത്താനൊക്കെ പറയും. അതേപോലെ അവന് വാരി കൊടുത്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഒരു ഉരുപ്പിടി ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും കേട്ടോ, പക്ഷെ അമ്മേനെ ഭയങ്കര ഇഷ്ടം. നമ്മുടെ കയ്യിൽ തല്ല് കിട്ടും ചെയ്യും, അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ വാരി കൊടുത്താൽ മാത്രം, ഈ പ്ലേറ്റിൽ വെച്ച് എനിക്ക് തോന്നണേ ഇവന് കൈ വെച്ച് മാത്രമാണ് നമ്മൾ അല്ലങ്ങനെ സിറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കില്ലേ, അതേപോലെ പണ്ടെപ്പോഴും അനിയത്തി കൊടുത്തതാണ് അവൻ. അപ്പൊ അവന്റെ വിചാരം കയ്യിൽ വെച്ചാലാണ് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ വൃത്തിയായിട്ട് ഒരുപാട് ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതാക്കിയാലാണ് കഴിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വിശക്കുന്ന ടൈമിൽ നമ്മുടെ കൈയിന്റെ ഇടയിൽ കൈ വെച്ചിട്ട് നക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ. പിന്നെ സുസു വയ്ക്കണെച്ചെങ്കിലൊക്കെ പ്രത്യേകതരം ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. അങ്ങനെ നല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ ആ ഒരു പട്ടിക്കുട്ടീനെ കിട്ടിയപ്പോ അവര് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ആ പട്ടിക്കുട്ടി വന്നു കഴിഞ്ഞാൽ പട്ടിക്കുട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കോരണം, മൂത്രമൊഴിച്ച് നമ്മൾ പണിയിലായിരിക്കല്ലോ. അങ്ങനെയുണ്ട്. പിന്നെ അതിനെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, പാമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. അങ്ങനെ ഞാൻ പട്ടിക്കുട്ടിയുടെ കാര്യം നോക്കി എൻഗേജ്ഡ് ആയി. പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് ബാക്ക് പോകേണ്ടി വന്നില്ല. അതായത് അങ്ങോട്ടേക്ക് എന്ത് പറഞ്ഞാലും കേൾക്കുന്നതും നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞാലും കേൾക്കുന്നതും ഇങ്ങോട്ടേക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ജീവിയാണല്ലോ. എനിക്ക് നല്ലൊരു അത് റിക്കവർ ആവാൻ, ഈ ബ്രേക്കപ്പ് എന്നുള്ള സംഭവം റിക്കവർ ആവാൻ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ചമ്പു എന്ന് പറയുന്നത്. എനിക്കിപ്പോ ഞങ്ങളുടെ വീട്ടിലൊരു താഴെയുള്ള ഒരു കുഞ്ഞിന്റെ പോലെയാണ് ചമ്പു. ഒരു ദിവസം അമ്മയും അച്ഛനൊക്കെ ഒരു ദിവസം പറഞ്ഞു കടിച്ചു അവന്റെ പേരിൽ പഞ്ചായത്തിലൊക്കെ കേസുണ്ട്. അതായത് അവന് കുഞ്ഞുനാളില് അഴിച്ചു വിട്ടായിരുന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വീട്ടിൽ ഗേറ്റും അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ വന്നിട്ട് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞപ്പോ അവർക്ക് എന്താ പറയാ, അവനാകെ അഗ്രസീവ് ആയിട്ട് മാറി. പിന്നെ പിള്ളേരെ കാണുമ്പോ അവൻ കടിക്കും. കുഞ്ഞു പിള്ളേരെ കാണുമ്പോഴാണ് അവൻ ചെറുപ്പത്തിലെ ട്രോമ, എന്താ ചെയ്യാ, അപ്പൊ അവൻ കടിച്ചു. അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവസാനം അമ്മയ്ക്ക് അച്ഛൻ ദേഷ്യം, ഇതിന് എവിടെ അച്ഛൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ നാളെ എന്റെ ഫ്രണ്ട് ലിൻസി ഫ്രാൻസിസ് ഉണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. എല്ലാ പേരുകളും കുറച്ച് അത് ലിൻസി ഫ്രാൻസിസ് അച്ഛന്റെ പേര് ഫ്രാൻസിസ്. നമ്മള് രാഹുൽ സുരേഷ്, ലിൻസി ഫ്രാൻസിസ്, കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ, എല്ലാവരെയും അങ്ങനെ ഫുൾ നെയിമ വിളിക്കുള്ളൂ. ശ്വേത പൂർണിമ വിളിക്കും. അപ്പൊ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, പട്ടിക്കുട്ടി പഞ്ചായത്തിലെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ലിൻസി ഫ്രാൻസിസ്, ഞാൻ
വരും. അവളെ കൊണ്ടുകൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം ആയപ്പോ ഞാൻ പറഞ്ഞു ചമ്പുവിന്റെ മറ്റേ കൊണ്ടുവന്ന സാധനം എവിടെ കൂടെ എവിടെ എന്നൊക്കെ പറയുമ്പോ എവിടേക്ക് കൊണ്ടുപോകണ്ട. ഇപ്പൊ ഞങ്ങളെക്കാട്ടും വലിയ വിലയാണ് വീട്ടില്. ഭയങ്കര VIP ട്രീറ്റ്മെന്റ് ആണ് അമ്മ കിട്ടണത്. അതെ അതെ. അതേപോലെ പെഡിഗ്രി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവൻ കഴിക്കുന്നില്ല. അവന് വേണ്ടത് എന്താ പറയാ ഇടിയപ്പം കഴിക്കും. അതെ അതെ, ഇടിയപ്പം കഴിക്കും. ഇടിയപ്പത്തിന്റെ കൂടെ തേങ്ങാപ്പാല് വേണം, സ്റ്റൂ വേണം, അങ്ങനെയൊക്കെ. മുട്ട കഴിക്കില്ല. ഇല്ലല്ലോ, അത് കഴിക്കില്ല. ചിക്കൻ കഴിക്കും. പിന്നെ ചിക്കൻ വിഴുങ്ങും. ഭയങ്കര ഫുഡിങ് എന്നെ പോലെ തന്നെ നമുക്ക്. അങ്ങനെ ഫുഡ് ഇപ്പായി ഇടയ്ക്ക് നിൽക്കും. അതൊരു നമുക്ക് ചിലപ്പോ അയ്യോ തടി കുറഞ്ഞ് ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോഡി ഷേം കിട്ടുമ്പോൾ വലിച്ചു വാരി കഴിക്കും. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തടി വയ്ക്കുന്ന ടൈപ്പ് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഭക്ഷണം കഴിക്കാത്ത നമ്മൾ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഫുഡിങ് എന്നുള്ളത്. ഇപ്പൊ പോലും ഞാന് ഒരു 11 മണിക്ക് ബ്രഞ്ച് കഴിച്ചതാണ്. പിന്നെ ഒരു ജ്യൂസാണ് കുടിച്ചത്. അതാണ് ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എല്ലാവരും. ഈ തടിയുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ തടി കുറച്ച് അവർ സെറ്റ് ആവും. പക്ഷെ നമ്മൾ ഭയങ്കര ക്ഷീണിച്ചു പോകും. തടി എന്നുള്ളതല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഡോഗിന് പേരിടാൻ കാരണം എന്താ? അത് പണ്ട് ഒരു ഹിന്ദി സീരിയൽ ഞാനും എന്റെ അനിയത്തിയും കൂടി കണ്ടിരുന്നു. ഹിന്ദി സീരിയലിന്റെ പേര് അടിച്ചു മാറ്റിയതാണല്ലേ? ഹിന്ദി സീരിയലിന്റെ പേരല്ല, സീരിയലിലെ ഒരാളുടെ പേരായിരുന്നു. അതെ, ഒരു നിബാന സാത്തി എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ട്. നമ്മുടെ ചന്ദനമഴ സീരിയലിന്റെ ഒക്കെ ഹിന്ദി. അപ്പൊ അതില് ചമ്പക്ല സുദർശൻ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ പേരാണോ പട്ടിയുടെ പേരായിരുന്നോ ഒന്നും ഓർമ്മയില്ല. ആ ഒരു പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ സ്നേഹത്തോടെ ചമ്പു എന്ന് വിളിക്കും. ഫുൾ നെയിം ചമ്പക്ല സുദർശൻ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യാം. ക്രോസ് പ്രൊമോഷൻ. അതെ അതെ അതെ. ചേച്ചി ശരിക്കും ചേച്ചി ഇൻഫ്ലുവൻസർ ആയിട്ട് സീരിയലിലോട്ട് വന്ന ആളാണല്ലോ. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ റെമ്യൂണറേഷന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇൻഫ്ലുവൻസർ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പോ നമുക്കെന്ന് പറഞ്ഞു വെച്ചെങ്കില് ഇൻഫ്ലുവൻസർ മാത്രമായിരുന്നില്ല, ഞാൻ ആ ടൈമിൽ മോഡലും കൂടിയായിരുന്നു. മോഡൽ കം ഇൻഫ്ലുവൻസർ അങ്ങനത്തെ രീതിക്കാണ് ഞാൻ അത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. മെയിൻലി ഞാൻ മോഡലിംഗ് ആയിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഫോളോവേഴ്സ് വരുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് അങ്ങനെ. ഇപ്പൊ ഫോളോവേഴ്സ് എന്നൊരു ക്രൈറ്റീരിയ അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്. പക്ഷെ അത്ര ആൾക്കാർ കാണുന്നു, റീച്ച് ആവുന്നു, അങ്ങനെ ഒരു ഇതാണ്. മെയിൻലി ഞാൻ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. ഇപ്പൊ ഞാൻ യൂട്യൂബും കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. 1 മന്ത് മുമ്പാണ് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത്. ഇപ്പൊ 114 സംതിങ് ആയില്ലേ? അത്രയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ്. കാരണം ഇപ്പൊ നമ്മള് ആൾക്കാർക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയി. കാതോട് കാതോരത്തിലെ മീനു ആണ്, അല്ലെച്ചെങ്കിൽ ദുൽഖർ സൽമാന്റെ കൂടെ അഭിനയിച്ച ആ ഒരു കുട്ടി, അങ്ങനെ ഫേസ് നമുക്ക് ഫെമിലിയർ ആകുമ്പോൾ ആൾക്കാർ കൂടുതലും നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനത്തെ ഒരു ഇത്. ഇപ്പൊ റെമ്യൂണറേഷൻ ആണെങ്കിലും നല്ല രീതിക്ക് ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് പ്രൊഫൈല് നമുക്ക് എന്തൊക്കെ വരുന്നോ, അതായത് ഇപ്പോ പണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും അവര്, എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറെ ബ്രാൻഡിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു പ്രൊഫൈലാണ്. ഇപ്പൊ 2 മോഡൽസ് ആണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് വെച്ചെങ്കിൽ അവരുടെ പ്രൊഫൈൽ ആദ്യം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇവർ ഇത്രയും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും റീച്ച് ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പേയ്മെന്റ് ആണെച്ചെങ്കിലും അവർ പറയുന്നത്. ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് ഇൻഫ്ലുവൻസിങ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ ഏത് മൂവി പ്രൊമോഷൻ ഇത്ര ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്, ഞാൻ ആദ്യം പേര് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾക്കാരൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ പല ഇൻഫ്ലുവൻസേഴ്സും നല്ല രീതിക്ക് എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. പറയാനും ഇല്ല നമുക്ക്, കാരണം അത്ര റീച്ച് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു സീരിയൽ ആക്ടർ എന്നുള്ള രീതിക്ക് കാറ്റഗറി നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ തന്നെ ആ ഇൻഫ്ലുവൻസറിക്ക് ചിലപ്പോൾ പേയ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവർക്കായിരിക്കും റീച്ച് ആണെങ്കിലും അത്രയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം, അത്രയും ആൾക്കാർക്ക് എത്തണം, അതാണ് അവിടെ നോക്കുന്നത്. അങ്ങനത്തെ രീതിക്കുണ്ട്. അപ്പോ ആ പേയ്മെന്റ് വാങ്ങിക്കുന്നതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും യൂട്യൂബ് വഴിയാണെങ്കിലും ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പേയ്മെന്റ് വാങ്ങിക്കും, ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ, മുമ്പ് ഞാൻ എന്താ പറയാ കിട്ടുന്ന എമൗണ്ട് പറഞ്ഞ ഇത്രയും ബ്രാൻഡ്സിന്റെ കൂടെ ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദുൽഖർ സൽമാന്റെ ഇത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ സുസു ചെയ്തു, സുരഭിയും സുഹാസിനിയും പറഞ്ഞിട്ട് ഒരു സിറ്റ്കോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതും കൂടി നമുക്ക് പ്രൊഫൈലിൽ ആഡ് ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഓക്കെ അത് ചെയ്യുന്നുണ്ട്, അതിന്റെ കിട്ടി. ഇപ്പൊ നമ്മള് ഏഷ്യാനെറ്റിലെ ഹീറോയിൻ, അപ്പൊ അതിന്റെ അത് വ്യത്യാസം ഞാൻ പറഞ്ഞു. അതെ അതെ അതെ, അങ്ങനെ. ദുൽഖർ സൽമാന്റെ കൂടെ ആഡ് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ പ്രൊഫൈലിൽ പിൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര ഫാൻ ഗേൾ ആയിരുന്നു, എന്തായാലും കോ ആക്ട്രസ് ആയിട്ട് വന്നു. അത് ഭയങ്കര ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നില്ലേ ചേച്ചി? ആദ്യത്തെ ക്ലിപ്പിംഗിൽ തന്നെ കാണാൻ, മുഖത്തുള്ള കാണുമ്പോഴൊരു ഞാനിങ്ങനെ പോവാണ്. അതായത് ഞാൻ ഫസ്റ്റ് മാർക്കറ്റിംഗ്
ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ ടീമിൽ അതായത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നമ്മളൊരു ട്രെയിനി പോലെയൊക്കെ കയറിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇനാഗുറേഷൻ, ഒരു ജ്വല്ലറിയുടെ ഇനാഗുറേഷൻ വന്നതാണ്. അപ്പോഴാണ് വന്നല്ലേ? ദുൽഖർ സൽമാൻ വന്നായിരുന്നു. എപ്പോഴായിരുന്നു അത്? 2000 മറന്നുപോയി. 2019. ആ ഒരു ടൈമില് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് 19 ആണോ 19 മെൻഷൻ ചെയ്തായിരുന്നത്. ഓക്കെ, അപ്പൊ അതായിരിക്കും. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ദുൽഖർ സൽമാനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മൊയിലാളി എനിക്കൊരു ഫോട്ടോ കിട്ടുമെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ദുൽഖർ സൽമാൻ വരുന്നുണ്ട്, നമുക്ക് അറ്റ്ലീസ്റ്റ് ഉള്ളിൽ തന്നെ കയറാൻ പറ്റിയത് ഭാഗ്യം. കാരണം അത്രയും ക്രൗഡ് ആയിരുന്നു. നല്ല ക്രൗഡ് ഉണ്ട് ആ വീഡിയോ തന്നെ. അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ആ ടീമുള്ള കാരണം ഉള്ളിൽ കയറാൻ പറ്റും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരക്ക് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റിച്ചു. പക്ഷെ വീഡിയോ അത് ദുൽഖറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ക്യാമറയോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത്. അതിന്റെ ബാക്ക് ക്യാമ വർക്ക് ചെയ്യില്ല, ഫ്രണ്ട് ക്യാമ വർക്ക് ചെയ്യില്ല, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പൊ അതില് ദുൽഖർ, എനിക്ക് മനസ്സിലായി ദുൽഖർ പോവാണ്, കഴിഞ്ഞു പോവാണ്. കുറെ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇത് എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ദുൽഖർ ആ സൈഡ് എടുക്കണം. അവിടുന്ന് ഞാൻ വരുമ്പോ ഒരു ആരവം അങ്ങനെ കേൾക്കുന്നുണ്ട്. ദുൽഖർ അവിടുന്ന് വരുന്നു. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, വരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടെങ്കിലും ഫോട്ടോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നേക്കുമ്പോൾ ദുൽഖർ അത് കൂടെ പോകുന്നു. അപ്പൊ ആ സൈഡിൽ ആരോടെ ഫോട്ടോ എടുക്കാനും നിന്നു. കറക്റ്റ് കിട്ടി ഗൈസ്. അങ്ങനത്തെ അതാണ് ആ എക്സ്പ്രഷൻ അതിൽ കാണുന്നത്. ശരിക്കും ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 2022 ആയപ്പോ എനിക്ക് ആ ഒരു ഫാൻ ഗേളിൽ നിന്ന് ഒരു ലെവലിലേക്ക് ശരിക്കും ആ ഒരു ഷോർട്ട് പീരീഡിൽ ചേച്ചിയുടെ ഗ്രോത്ത് ആണ് ശരിക്കും മനസ്സിലാവാല്ലേ. പക്ഷെ എനിക്ക് അതിലും ഏറ്റവും കൂടുതൽ വിഷമമായിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെഗറ്റീവ് കമന്റ് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലത് പറയുന്നുണ്ട് ഷീസ് മാനിഫെസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താ ഡ്രീം കം ട്രൂ, ഹെർ ഹാർഡ് വർക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതില് കണ്ണുപറ്റാതിരിക്കാൻ കമന്റ് എന്നൊക്കെ പറയണ പോലെ അവള് പെൺകുട്ടി ആയതുകൊണ്ടാണ് അവൾക്ക് ആദ്യം പകരം ഒരു ആൺകുട്ടിയാണ് അച്ഛങ്ങ് കിട്ടുമായിരുന്നോ. പിന്നെ അവള് എന്താ പറയാ, എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ട്. കാരണം അത്രയും വർഷം ഞാന് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്, അതൊന്നും അവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ ആ ഒരു. കാരണം ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല ദുൽഖർ സൽമാന്റെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു ഞാൻ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതേ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഷൂട്ടിന്റെ ടൈമിലാണെങ്കിൽ പോലും ദുൽഖർ കാരവാനിലൊക്കെ കാരവാനിലൊക്കെ വന്ന് നിന്നിട്ട്, കാരവാനൊക്കെ ഞാൻ അപ്പോഴാണ് കാണുന്നത്. ദുൽഖർ ഇറങ്ങിയിട്ട് കാറിന്ന് ഇറങ്ങി കാരവാനിൽ കയറുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അന്ന് 2-3 ആഡ് എടുക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ ആ ആഡ് എടുക്കണേൽ എന്റെ ആ ഒരു ആഡ് കഴിഞ്ഞ് പാക്കപ്പ് പറയണ വരെ നമുക്കൊരു ഇതായിരുന്നു പറയില്ലേ, ഇത് ഞാൻ തന്നെയാണോ. എന്നാലും ഞാൻ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഞാനൊന്ന് പേടിച്ചു. കാരണം എനിക്കൊരു മൂവിയില് ഒരു റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഭയങ്കര പോയിട്ട് കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും ലൈഫിലും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഗെയിം സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു. ഇത് പ്രാങ്ക് കോൾ ഒന്നല്ല, ഇത് എന്റെ കയ്യിൽ ഒരു 6 സീരിയൽസിന്റെ നെയിം ഉണ്ട്. പണ്ടത്തെയും ഇപ്പഴത്തെയും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ ഒരു സത്യം പറയട്ടെ, അറിയില്ല എന്ന് മാത്രം പറയരുത്. അങ്ങനെയല്ല, ഞാൻ പണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഹിന്ദി സീരിയൽസ് ഒക്കെ കണ്ടായിരുന്നു. ഇത് മലയാളം സീരിയൽസാ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, അത് വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ ചേച്ചി ഗസ് ചെയ്യണം. ഫേമസ് ആയിട്ടുള്ള സീരിയൽസ് ആണോ? ആയിരിക്കും, ഫേമസ് ആയിട്ടുള്ള സീരിയൽസ് ആണ്. അഭിനയിക്കാൻ പോവാണ്. ഞാൻ എന്റെ കഞ്ഞിയില് പാറ്റിടണോ? ഇത് എന്റെ കഞ്ഞിയില് പാറ്റി വീഴാൻ പോണേ. ഫസ്റ്റ് ഇല്ല, 2 വാക്കായിട്ടാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ വാക്ക്. സെക്കൻഡ് വേർഡ് പൂവ്. ഫസ്റ്റ് വാക്ക് കുങ്കുമപ്പൂവാണോ ചെമ്പനീർ പൂവാണോ? ഇതിനകത്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ലൈഫ് ലൈൻ എടുക്കാട്ടോ. ഒറ്റ ലൈഫ് ലൈൻ നമ്മുടെ ചേട്ടന്മാരെ കൊണ്ട് ഫോൺ ഫ്രണ്ട് ഒന്നും അല്ല, ചേട്ടന്മാരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കാം. ഓക്കെ, സെക്കൻഡ് വൺ. ഒരു വാക്കേ ഉള്ളൂ, അതൊരു വാക്ക് മുറിക്കാം. അതിലത്തെ സെക്കൻഡ് വേർഡ് കുടുംബങ്ങളൊക്കെയാണോ? കുടുംബങ്ങൾക്കും കാതോട് കാതോട് സെയിം പ്രൊഡക്ഷൻ കമ്പനി. അത് പറഞ്ഞില്ലായിരുന്നെങ്കിലാണ്. അടുത്തത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഒരു 10 വേണമായിരുന്നു. അതല്ലേ, എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് തോന്നുന്നില്ലല്ലോ. വലിയ വാക്ക് എത്ര ഉണ്ട്? ഒരൊറ്റ വാക്കാണോ? തഴുകുന്നു. ഇപ്പൊ റണ്ണിങ് ആണോ സീരിയല്?
മീഡിയം ലെവല്. അവസാനിച്ചോ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവസാനിച്ചു. ഇപ്പൊ അവസാനിച്ചു. സാന്ത്വനം. അതുകൊണ്ട് കിട്ടി. ഇപ്പൊ അവസാനിച്ചു. ഓക്കെ, അവസാനത്തത് ലാസ്റ്റ് 3 വാക്കുണ്ട്. ഫസ്റ്റ് വാക്ക് നാം, നമ്മൾ, ഞാൻ, ഷീ, മീ, എന്റെ. ഇപ്പൊ റണ്ണിങ് ഉള്ള സീരിയലാണോ അത്? ഏഷ്യാനെറ്റിലെ സീരിയലാണോ അത്? സെക്കൻഡ് വാക്ക് തേർഡ് വാക്ക്. ഓക്കെ. കുട്ടിക്കാലം. നിന്റെ ചെറുതോ? താലി കേട്ടോ, കല്യാണം, മംഗല്യം, എന്താണ് എല്ലാം മച്ചുള്ള ആദ്യം. ഓക്കെ. എന്റെ അനിയത്തിക്കുട്ടിക്കോ, എന്റെ എന്റെ എന്നാണോ ഫസ്റ്റത്തെ വാക്ക്? എന്റെ ജാനിക്കുട്ടിയോ? എന്റെ ജാനിക്കുട്ടിയാ, അതല്ല. എന്റെ ഫസ്റ്റ് വാക്ക് എന്റെ. ഫസ്റ്റ് വാക്ക് എന്റെ. ഓക്കെ. ഇല്ല, ഏതോ ജന്മകൽപ്പനയിലാണോ? അല്ല, എന്റെ തന്നെയാണല്ലോ സ്റ്റാർട്ടിങ്. ഏഷ്യാനിലുള്ള സീരിയലാണോ? ആണോ? ലൈഫ് ലൈൻ എടുത്തോട്ടെ വേണമെങ്കിൽ. വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റും. എന്റെ സ്വന്തം. എന്റെ മൂന്നാമത്തെ വേർഡ് എന്റെ. ചെറുതോ? എന്റെ ഗർഭോ? എന്റെ ഗർഭം ഇങ്ങനല്ല. എന്റെ ഇതെന്താ? കുട്ടി. എന്റെ കുട്ടി. എന്റെ ഡാഷ് കുട്ടി അല്ലേ? കുട്ടിക്ക് എന്റെ ഡാഷ് കുട്ടി അല്ലേ? അല്ലേ? ഉറപ്പല്ലേ? എന്റെ ലൈഫ് ലൈൻ പറ്റില്ല എനിക്ക്. ഞാൻ ഗെയിംസിലൊക്കെ ഭയങ്കര എന്റെ ഡാഷ് കുട്ടി. എന്റെ നടുക്കിലത്തെ എന്താ? എന്റെ സ്വന്തം കുട്ടി. എന്റെ സ്നേഹക്കുട്ടി. എന്റെ പേരായിട്ട് കണക്ട് ചെയ്യണോട്ടാ. എന്റെ ജന്മാണോ? അതിന്റെ ഫസ്റ്റത്തെ വേർഡിന്റെ ഒരു എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാവോ? ഇത് കാണിച്ചു കഴിഞ്ഞാൽ കാന്ന് ഞാൻ പറയാം. അഡൽസ് ഓൺലി ആണോ? അല്ല, ഞാൻ പറഞ്ഞുതരുമ്പോ ആവും. ആണോ? എന്നാലും ഫസ്റ്റത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു ലൈഫ് ലൈൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഉറക്കം ഊ ആണോ? എന്റെ സ്ലീപ്പ്. എന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? ഫസ്റ്റ് നൈറ്റ് കുട്ടി ഫസ്റ്റ് നൈറ്റ് കൊള്ളാം. എന്റെ അമ്മ ആണോ? എന്റെ ഇതെന്താ? ഒക്കെ വിട്ടേക്ക്. എന്റെ എന്റെ മാമാട്ടിക്കുട്ടി, മക്കുട്ടി. എന്റെ മണിക്കുട്ടി. അല്ല, പശുക്കുട്ടി. ജാനിക്കുട്ടിയാണോ? എന്റെ ജാനിക്കുട്ടിയാണോ? അല്ലേ? എന്റെ കുട്ടി ഞാൻ അറിയാത്ത കുട്ടിയാണല്ലോ. ലൈഫ് ലൈൻ ലൈഫ് ലൈനിൽ എന്താ തരുന്നത്? ലൈഫ് ലൈൻ ഇവരാരെങ്കിലും ഉത്തരം പറഞ്ഞു തരും. അതെനിക്ക് വേണ്ട. ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണോ? നെഹി എന്ന് പറഞ്ഞ നെഹി. ഒക്കെ വിട്. എന്റെ കുറുമ്പി. നടുക്കിലത്തെ സ്വന്തം. നടൻ ശ്രീനാഥ് അഭിനയിച്ച സീരിയല. ഇതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്. എനിക്ക് അതിന്റെ ഫസ്റ്റ് വാക്ക് കിട്ടിയാൽ മതി. സോന ചേച്ചി, സോന നായർ ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടാ. മാനസപുത്രിയാണോ? ഒരു ചെറിയ എന്റെ സ്വന്തം മാനസപുത്രി. മനസ്സുപുത്രി. എന്റെ മനസ്സുകുട്ടി. മാനസകുട്ടിയാ എന്റെ ഫസ്റ്റ് വാക്ക് മാനസപുത്രി. അതായിരുന്നോ? എന്റെ മാനസപുത്രി. പുത്രിക്കാണ് ഞാൻ കുട്ടി എന്ന് പറഞ്ഞിരുന്നത്. എന്റെ മാനസപുത്രി. കുഞ്ഞിന്റെ പേര് മല. സോഫിയൊക്കെ ഉള്ളത്. അയ്യോ, അതല്ലേ ഞാൻ കുഞ്ഞു കൊച്ചു കുട്ടി മല പറഞ്ഞത്. മനസ്സ്. അപ്പൊ പുട്ടി അല്ല കുട്ടി. കുട്ടി എന്ന് പറഞ്ഞ പുത്രി എന്നാക്കി കിട്ടുമായിരുന്നു എനിക്ക്. അപ്പൊ ലാസ്റ്റ് വൺ. ഓക്കെ. ദേവി. അതല്ല. ഗണപതിയോ? ഡാൻസ്.
ഗണനായകായ എന്തത് മിന്നുകെട്ട് മിന്നുകെട്ടാണോ സീരിയല് അല്ലേ ഭർത്താവ് ഭാര്യ ഭാര്യ അങ്ങനെ സീരിയൽ ഉണ്ടോ ഉണ്ട് ആണല്ലേ ഓക്കെ സോറി ഭാര്യ സീരിയൽ വെൽ ഡൺ Well done, my girl. താങ്ക് യു